കൊല്ലം കുരീപ്പുഴ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം നിരവധി മത്സ്യബന്ധന യാനങ്ങൾ കത്തിനശിച്ചു. ഇന്ന് വെളുപ്പിന് 3:30 സംഭവം. 10 ബോട്ടുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. കോടികളുടെ നഷ്ടമുള്ളതായി ബോട്ടുടമകൾ പറയുന്നു. കോടികളുടെ നഷ്ടമാണ് നമ്മുടെ കുരീപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട 10-11 ബോട്ട് തൊഴിലാളികൾക്ക് വേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുക്കണം, നിയമ നടപടികൾ ഉണ്ടാകണം. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയണം. 100ഓളം കുടുംബങ്ങൾ പട്ടിണിയിലാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഗവൺമെന്റിൽ നിന്നുണ്ടാകണം. അതുപോലെ നഷ്ടപരിഹാരവും നമ്മുടെ ഗവൺമെന്റ് കൊടുക്കേണ്ടതുണ്ട്. മന്ത്രി ചിഞ്ചു റാണി സംഭവസ്ഥലം സന്ദർശിച്ചു. തീപിടുത്തത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കത്തിയ ബോട്ടുടമകൾക്ക് ജീവനക്കാർക്കും വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്നും മന്ത്രി അറിയിച്ചു. അന്വേഷണ സംഘത്തെ തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചു. അവരുടെ അന്വേഷണം ഇപ്പം എന്തായാലും ഇന്നു മുതൽ തന്നെ ആരംഭിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ നമ്മൾ വിളിച്ചു, വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ അന്വേഷണം നടക്കട്ടെ, എങ്ങനെയാണ് എന്താണ്, പിന്നെ ഈ ബോട്ടുകൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അതെല്ലാം ഒരു നിർദ്ദേശം പോലെ ഇവിടുന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഗവൺമെന്റിൽ കൊടുത്തുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കും. 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ തീപിടുത്തമാണ് ഇവിടെ സംഭവിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് കാവനാട് മുക്കാട്ട് 2 ബോട്ടുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. ബോട്ട് കെട്ടുന്നതിന് സമീപത്തെ സ്ത്രീയാണ് സംഭവം ആദ്യം കാണുന്നതും നാട്ടുകാരെ വിവരം അറിയിക്കുന്നതും. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള അഷ്ടമുടിക്കായലിൽ കെട്ടിയിരുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ഇവർ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണിത്. വെള്ളിയാഴ്ച ബോട്ടുകൾ യാർഡിൽ കെട്ടിയിട്ട ജീവനക്കാരെല്ലാം വീടുകളിലേക്ക് പോയിരുന്നു. കടപ്പാക്കട, ചാമക്കട, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിശമന സേനാംഗങ്ങൾ എത്തിയാണ് തീ അണയ്ക്കാൻ ശ്രമിച്ചത്. ഈ ബോട്ട് കെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് വരാൻ വഴി തടസ്സമായതാണ് കൂടുതൽ ബോട്ടുകൾ കത്തി നശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.